ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ ആണ് കേട്ടോ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഖാദി ബോർഡിൻ്റെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരൊറ്റ ക്ലാസ്സിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുകയല്ല, കുറച്ച് കണക്റ്റഡ് ഫാക്റ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹം 1947-48, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ തെറ്റായിട്ട് തന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? നിവർത്തന പ്രക്ഷോഭം 1935 എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ് അല്ലേ? സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പല പരീക്ഷകളിലും ഇത്തരത്തിൽ കാലഗണനാക്രമത്തിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് കൂടുതലും ഈ ഒരു കേരള ഹിസ്റ്ററിയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ്. സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളും അത് നടന്ന ആ ഒരു ഇയറും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ വരുന്ന പരീക്ഷകളിലൊക്കെ ആ ഒരു സത്യാഗ്രഹവും അതിൻ്റെ ഇയറും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇത് അല്ലാതെ PSCൻ്റെ ഇയർ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ 1924 വൈക്കം സത്യാഗ്രഹം. ദെൻ 1926 ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. 1926 ശുചീന്ദ്ര സത്യാഗ്രഹം. പിന്നെ വരുന്നത് 1931 ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ദെൻ 1932 നിവർത്തന പ്രക്ഷോഭം. ഇവിടെ തെറ്റിച്ച് തന്നിട്ടുള്ളത് 35 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദെൻ അടുത്തത് വരുന്നത് 1936. എന്താണത്? പട്ടിണി ജാഥയാണ്. പട്ടിണി ജാഥ നടക്കുന്നത് 1936. പിന്നെ അതുകൂടാതെ 1936 തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. അതേപോലെ 1936 തന്നെയാണ് വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 36 പട്ടിണി ജാഥയുണ്ട്, ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്, വൈദ്യുതി പ്രക്ഷോഭമുണ്ട്. അത്രയും കാര്യങ്ങൾ 1936 റിലേറ്റ് ചെയ്തിട്ട് ഓർത്തിരിക്കുക. അടുത്തത് 1938 കല്ലറ പാങ്ങോട് സമരം നടക്കുന്നത്. കല്ലറ പാങ്ങോട് സമരം 1938. ദെൻ അതേ വർഷം തന്നെയാണ് കടയ്ക്കൽ പ്രക്ഷോഭം നടക്കുന്നത്. അപ്പോൾ 1938 കല്ലറ പാങ്ങോട് സമരം, കടയ്ക്കൽ പ്രക്ഷോഭം. അതേപോലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നതും 1938 ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ആ 3 അവിടെ ഓർക്കുക. ദെൻ അടുത്ത ഇയർ വരുന്നത് 1946 കരിവള്ളൂർ സമരം നടക്കുന്നത്. കരിവള്ളൂർ സമരം നടക്കുന്നത് 1946. അതേപോലെ തന്നെ തോൽവിറക്ക് സമരം നടക്കുന്നത്. തോൽവിറക്ക് സമരം നടക്കുന്നതും 1946. ഇനി അടുത്തതായിട്ട് അവിടെ ഓർത്തു വെക്കേണ്ടത് 1947 പാലിയം സത്യാഗ്രഹമാണ്. 1947 എന്ത് നടക്കുന്നത്? പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർത്തു വെക്കുക. ഒന്നുകൂടെ നമുക്ക് പറയാം. 1924 വൈക്കം സത്യാഗ്രഹം, 1926 ശുചീന്ദ്രം സത്യാഗ്രഹം, 1931 ഗുരുവായൂർ സത്യാഗ്രഹം, 1932 നിവർത്തന പ്രക്ഷോഭം, 1936 പട്ടിണി ജാഥ, ക്ഷേത്രപ്രവേശന വിളംബരം, വൈദ്യുതി പ്രക്ഷോഭം. then അടുത്തതോ 1938 ഏതൊക്കെയാണ്? കല്ലറ പാങ്ങോട് സമരം, അതേപോലെ കടയ്ക്കൽ പ്രക്ഷോഭം, ഉത്തരവാദ ഭരണം. ഇത് 3 നടക്കുന്നത് 1938. പിന്നെ നമ്മൾ പഠിച്ചത് 1946 കരിവള്ളൂർ സമരവും അതേപോലെ തോൽവിറക്ക് സമരവും രണ്ടും നടക്കുന്നത് 1946. then 1947 പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു കാര്യം ഒന്ന് പഠിച്ചു വച്ചേക്കുക. ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുന്നത് എന്നാണ് 1599. ഇതിന്റെ അധ്യക്ഷൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ബിഷപ്പ് അലക്സീസ് ഡി മെനസിസ് ആണ്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത് ഒരു പുരോഹിത സമ്മേളനമാണ്. അതായത് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയം പേരൂരിൽ നടത്തിയ ഒരു പുരോഹിത സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദോസ്. എന്നാണ് നടക്കുന്നത്? 1599 അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ ഉദയം പേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 813 പേരാണ്. എത്ര പേരാണ്? 813 പേരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡിയേത്? സത്യശോധക് സമാജം ജ്യോതിറാവ് ഫൂലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് ശരിയായ ജോഡിയാണ്. അതായത് ഇവിടെ വരുന്ന ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? സത്യശോധക് സമാജം ജ്യോതിറാവ് ഫൂലെയാണ്. അതേപോലെ ഹിതകാരിണി സമാജം വീരേശലിംഗമാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 1ഉം 4ഉം ശരി. അതേതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ തെറ്റിപ്പോയത് ഏതൊക്കെയാണ്? ആര്യ സമാജം. ആര്യ സമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. അതേപോലെ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. സോ 2ഉം 3ഉം തെറ്റിപ്പോയിട്ടുണ്ട്. 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ്, SCRT-യിലൊക്കെ പറയുന്നതാണ്, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ്റെയാണ്. ഓർത്തു വെച്ചേക്കണം, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെയാണ് അലിഗഡ് പ്രസ്ഥാനം. ഏതാണ്? അലിഗഡ് പ്രസ്ഥാനം ആരുടെയാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെയാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെയാണ് അലിഗഡ് പ്രസ്ഥാനം. അപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിയോസഫിക്കൽ സൊസൈറ്റി. പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്തത് ആരാണ്? ആനി ബസന്റ് ആണ്. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി ആരുടെയാണ്? ആനി ബസന്റിൻ്റെയാണ്. സോ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. പിന്നെ ബാക്കിയുള്ളത് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സത്യശോധക് സമാജം ജ്യോതിറാവ് ഫൂലെയാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജമാണെങ്കിൽ ആത്മാറാം പാണ്ഡുരംഗാണ്. ഹിതകാരിണി സമാജമാണെങ്കിൽ വീരേശലിംഗാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആദ്യത്തെ പോയിന്റ് ഇതാണ്, 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. എന്നാണ്? 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ഇതൊരു തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് തന്നിട്ടുണ്ടായിരുന്നത് ഇയർ മാത്രമാണ്, 1942 എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളുക, 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പോൾ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇതും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ക്രിപ്സ് മിഷൻ വന്ന സമയത്ത് നമ്മുടെ INC പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇനി എന്നാണ് ക്രിപ്സ് മിഷൻ മടങ്ങിയത്? 1942 ഏപ്രിൽ 12 അപ്പോൾ ഇന്ത്യയിൽ എത്തിയത് 1942 മാർച്ച് 22 മടങ്ങിയത് 1942 ഏപ്രിൽ 12 ഓക്കെ അല്ലേ? ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഗെസ്റ്റപ്പോ എന്നാണ്. ഗെസ്റ്റപ്പോ എന്നാണ് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേര്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 3 മാത്രം ശരി. അതായത് അമേരിക്ക, അതേപോലെ വെസ്റ്റ് ഇൻഡീസ്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫോം ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയരം സൂചിപ്പിക്കുന്ന രീതിയാണ് ഈ പറയുന്ന ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്, കോണ്ടൂർ രേഖകളൊക്കെ. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ ഫോം ലൈനുകൾ നമ്മളിപ്പം ഓൾറെഡി ഇവിടെ പറഞ്ഞു. എന്താണ്? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കൊള്ളുക, കോണ്ടൂർ രേഖകൾ. എന്താണ് കോണ്ടൂർ രേഖകൾ? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കോണ്ടൂർ രേഖകൾ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഇത് കോണ്ടൂർ രേഖകൾ. അടുത്തതാണ് സ്പോട്ട് ഹൈറ്റ്. നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് അതും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി കണ്ടോ? സ്പോട്ട് ഹൈറ്റ് എന്താണെന്ന് ഇപ്പോൾ പഠിക്കണം. ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നതാണ് സ്പോട്ട് ഹൈറ്റ്. എന്താ പറഞ്ഞത്? ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന രീതി അറിയപ്പെടുന്നതാണ് എന്ത്? സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോണ്ടൂർ രേഖകൾ പഠിച്ചു, ഫോം ലൈനുകൾ പഠിച്ചു, പിന്നെന്താണ്? സ്പോട്ട് ഹൈറ്റ് എന്താണെന്ന് പഠിച്ചു. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബെഞ്ച് മാർക്കാണ്. നോക്കിക്കൊള്ളുക, ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ, ഇതിൻ്റെയൊക്കെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് ബെഞ്ച് മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസംഭരണികൾ, പ്രധാന കെട്ടിടത്തിൻ്റെയൊക്കെ ഉയരം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ കോണ്ടൂർ രേഖകളും ബെഞ്ച് മാർക്കും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ആ ഇമ്പോർട്ടൻസോട് കൂടി പഠിച്ചുകൊള്ളുക. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നമുക്കറിയാം, ഇത് നമ്മുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം തന്നെ ഇത് 2ാമത്തെ തവണ വീണ്ടും ചോദിക്കുവാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ലിപുലേഖ് ചുരം. അപ്പോൾ കുറച്ച് ചുരങ്ങൾ ഇവിടെ പഠിച്ചു വെച്ചോളുക. സോജില ചുരം ആരെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. സോ സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ്. ബനിഹാൽ ചുരമാണെങ്കിലോ ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി ഷിപ്കിലെ ആണെങ്കിലോ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, സോജില ചുരം ശ്രീനഗർ കാർഗിൽ, ബനിഹാൽ ചുരമാണെങ്കിലോ ശ്രീനഗർ ജമ്മു കാശ്മീർ, ഷിപ്കില ചുരമാണെങ്കിൽ ഹിമാചൽ പ്രദേശ് ടിബറ്റ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നാഥുല ചുരമാണ്. ഇതും 2024 ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ടിബറ്റിനെയും ഹിമാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് ഷിപ്കില ചുരമാണ്. എന്നാൽ ടിബറ്റിനെയും സിക്കിമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. ഓക്കെ, അപ്പോൾ മാറിപ്പോവാതെ പഠിച്ചു വെച്ചോളുക. ഇതാണ് പാലക്കാട് ചുരം. കേരളത്തിലൂടെയുള്ളതാണ് അല്ലേ? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഓക്കെ, അപ്പോൾ ഇത്രയും ചുരങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പലതവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോജില ചുരം ശ്രീനഗർ കാർഗിൽ, ബനിഹാൽ ആണെങ്കിൽ ജമ്മു കാശ്മീർ ശ്രീനഗർ, ഷിപ്കില ആണെങ്കിൽ ഹിമാചൽ പ്രദേശ് ടിബറ്റ്, നാഥുല സിക്കിം ടിബറ്റ്, പാലക്കാട് ആണെങ്കിലോ പാലക്കാട് കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് PSC കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ബി ആണ്. പക്ഷെ പിന്നീട് ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ആൻസർ നോക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ വരുന്നത്, അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്
1ഉം 4ഉം ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ അതേപോലെ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഈ ഒരു മേഘങ്ങളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ആദ്യം നോക്കാനുള്ളത് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? ഈ നിംബസ് മേഘങ്ങളാണ്. അപ്പം നിംബസ് മേഘങ്ങളെ തന്നെയാണ് മഴമേഘങ്ങൾ എന്നും അറിയപ്പെടുന്നത്. ഇനി നോക്കിക്കൊള്ളുക, അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ അല്ലെങ്കിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങളാണ് ഏത്? നിംബസ് മേഘങ്ങൾ. അപ്പോൾ മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നു അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങളെയാണ് നമ്മൾ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കാര്യം, മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? അങ്ങനെ ചോദിക്കാം. മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ PSCയുടെ കുറേ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? അതേതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, സോ മേഘങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു മഴമേഘങ്ങൾ ഏതാണ്? നിംബസ് മേഘങ്ങളാണ്. ഇനി സിറസ് മേഘങ്ങളെ പറ്റി നോക്കിക്കൊള്ളുക. തൂവൽ കെട്ടുപോലെ അല്ലെങ്കിലോ കൈച്ചൂലിൻ്റെ ആകൃതി, ഇതിലൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അപ്പം എന്താണ്? തൂവൽ കെട്ടുപോലെ കാണപ്പെടുന്നു അല്ലെങ്കിലോ കൈച്ചൂലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. അടുത്തതാണ് ക്യുമുലസ് മേഘങ്ങൾ. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു അല്ലെങ്കിലോ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഇനി പ്രശാന്തമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ക്യുമുലസ് മേഘങ്ങളാണ്. ഇരുണ്ട കാലാവസ്ഥയാണെങ്കിലോ നിംബസ് മേഘങ്ങളാണ് അല്ലേ? അപ്പോൾ ക്യുമുലസ് മേഘങ്ങൾ പ്രശാന്തമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇനി സ്ട്രാറ്റസ് മേഘങ്ങളാണെങ്കിൽ ശൈത്യകാല മേഘങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സോ അപ്പം മേഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ച് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ നിംബസ് മേഘങ്ങളും അതേപോലെ സിറസ് മേഘങ്ങളും ക്യുമുലസും ഒക്കെ മുൻ വർഷങ്ങളിൽ, അത് 2024 അല്ല, അതിന് മുമ്പ് ഒക്കെ നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അതേപോലെ കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അപ്പോൾ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് കാഞ്ചൻജംഗയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെക്കണം. പലതവണ പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഒന്ന്, കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. എത്രയാണ് ഉയരം? 8598 8598 മീറ്ററാണ് കാഞ്ചൻജംഗയുടെ ഉയരം. പിന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? നമ്മുടെ കാഞ്ചൻജംഗ. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. എന്നാൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന, പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് പറയുവാണെങ്കിൽ ആദ്യത്തേതാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അതും കാഞ്ചൻജംഗയാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഹിമാദ്രിയിലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഉത്തരപർവ്വത മേഖലയുടെ ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾ ജോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഹിമാദ്രി ഉണ്ടല്ലോ, ഈ ഹിമാദ്രിയിലെ ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതും കാഞ്ചൻജംഗയാണ്. അപ്പോൾ കാഞ്ചൻജംഗയെ പറ്റി പറഞ്ഞ പോയിന്റുകൾ, സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്, 8598 മീറ്റർ ഉയരമാണുള്ളത്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ്, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ്, ലോകത്തിൽ തന്നെ ഉള്ളതിൽ ഉയരം കൂടിയതിൽ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ദെൻ ഹിമാദ്രിയിലെ ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ്. ഓക്കെ അല്ലേ? സോ അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. അലമാട്ടി ഡാം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? കൃഷ്ണ നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡാമുകളെ പറ്റി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അതിൽ ആദ്യത്തേതാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഹിരാക്കുഡ് അണക്കെട്ട് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്, മഹാനദിയിലാണ്. ഹിരാക്കുഡ് അണക്കെട്ട് ഒഡീഷയിലാണ്, മഹാനദിയിലാണ്. മറ്റൊരു കാര്യം കൂടി അവിടെ ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഏത്?
ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ് അണക്കെട്ടാണ്. അടുത്തതാണ് തെഹ്രി അണക്കെട്ട്. തെഹ്രി അണക്കെട്ട് പ്രത്യേകത ഏറ്റവും ഉയരം കൂടിയതാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ തെഹ്രി അണക്കെട്ടാണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഭഗീരഥി നദിയിലാണ്. ഓക്കെ അല്ലേ പറഞ്ഞത്? അടുത്തതാണ് സർദാർ സരോവർ അണക്കെട്ട്. ഗുജറാത്തിലാണ്, നർമ്മദ നദിയിലാണ്. ഇനി ഇവിടെ ഞാൻ മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്രയൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സർദാർ സരോവർ അണക്കെട്ടിന്റെ ഗുണഭോക്താക്കളിൽ വരുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്രയൊക്കെ. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഹിരാക്കുഡ് ഒഡീഷ മഹാനദി, തെഹ്രി ആണെങ്കിൽ ഉത്തരാഖണ്ഡ് ഭഗീരഥി, സർദാർ സരോവർ ഗുജറാത്ത് നർമ്മദ നദിയിലാണ്. ഓക്കെ, അടുത്തതാണ് ഫക്രാനങ്കൽ അണക്കെട്ട്. ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും കൂടി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ്. സത്ലജ് നദിയാണ്. പിന്നെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫക്രാനങ്കലിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ഹരിയാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളും ഡൽഹി പോലെയുള്ള യൂണിയൻ ടെറിട്ടറിയാണ്. അടുത്തതാണ് നാഗാർജുന സാഗർ. സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കൂടി ആയിട്ടാണ്. ഏതാണ് നദി എന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയിലുള്ള 3 അണക്കെട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നാഗാർജുന സാഗറുണ്ട്, ശ്രീശൈലമുണ്ട്, അലമാട്ടിയുണ്ട്. ഇനി ശ്രീശൈലം അണക്കെട്ടാണെങ്കിലോ ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് ശ്രീശൈലം അണക്കെട്ട്. അലമാട്ടി ആണെങ്കിലോ കർണാടകയിലാണ്. അപ്പോൾ ഇത് 3ഉം എവിടെയാണ്? കൃഷ്ണ നദിയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കും. അപ്പം നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അലമാട്ടിയാണ്. അലമാട്ടി കർണാടക സംസ്ഥാനം, കർണാടകയാണ്. നദി വരുന്നത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുള്ളത് ബാക്കി 2 ഏതൊക്കെയാണ്? ശ്രീശൈലവും നാഗാർജുന സാഗർ അണക്കെട്ടുമാണ്. അടുത്തതാണ് ബെഗ്ലിഹാർ. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്, ചെനാബ് നദിയിലാണ്. പിന്നെയുള്ളത് ഉകായ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, താപ്തിയിലാണ്. അടുത്തത് പോങ്, ഹിമാചൽ പ്രദേശിലാണ്, ബിയാസ് നദിയിലാണ്. അടുത്തത് മേട്ടൂർ, തമിഴ്നാട്ടിലാണ്, കാവേരി നദിയിലാണ്. അപ്പോൾ ഇത്രയും അണക്കെട്ടുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ആ ഒരു സ്റ്റേറ്റ് ഏതാണെന്നും അതേപോലെ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്ന് ഓർത്തു വെക്കുക. പല പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ കൃഷ്ണ നദിയിലുള്ള 3 ഉണ്ട്. നാഗാർജുന സാഗർ, ശ്രീശൈലം, അലമാട്ടി. താപ്തിയിലാണെങ്കിലോ ഉക്കായി, കാവേരിയിലാണെങ്കിൽ മേട്ടൂർ, ബിയാസിലാണെങ്കിൽ പോങ്, ചെനാബിലാണെങ്കിൽ ബെഗ്ലിഹാർ. ഓക്കെ അല്ലേ? അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര, ഇങ്ങനെയാണ് ആ ഒരു ആദ്യം 3 സ്ഥാനം വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇതിൻ്റെ ആൻസർ കൊടുത്തിരുന്നത് ഓപ്ഷൻ ഡി ആണ്. പക്ഷേ ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് പോയി എന്നുള്ളത് അറിയണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റെഫറൻസ് വർഷം റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശ്രദ്ധിക്കണേ, ആരോഹണ ക്രമത്തിൽ വരുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. വളർച്ചാ ലക്ഷ്യം 5.6% എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ പഠിച്ചു വെച്ചേക്കുക. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. പിന്നെയോ മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു? 5.6 ആയിരുന്നു
ഇത് ലക്ഷ്യം വെച്ചതെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റനിൽ തന്നത്. പക്ഷെ അത് തെറ്റാണ്. എത്രയാണ്? 4.5% രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക്. എന്നാൽ 4.27% മാത്രമേ ഇതിന് കൈവരിക്കാൻ അല്ലെങ്കിൽ നേടാൻ സാധിച്ചുള്ളൂ. 4.27% മാത്രം. ഇനി മറ്റൊരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് 1956 ദേശീയ ഹൈവേ ആക്ട് വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇത് PSC ഒരു തവണ എടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അതേപോലെ 2021 നടന്ന LDCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഫോം ചെയ്ത 3 സ്റ്റീൽ പ്ലാന്റുകൾ ഏതൊക്കെയാണ്? ഭിലായി, ദുർഗാപൂർ, റൂർക്കേല. ഭിലായി ഛത്തീസ്ഗഡിലാണ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്, റൂർക്കേല ഒഡീഷയിലാണ്. ഭിലായിയെ സഹായിച്ച രാജ്യം റഷ്യയാണ്, ദുർഗാപൂരിന്റെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം ബ്രിട്ടനാണ്, റൂർക്കേലനെയാണെങ്കിൽ ജർമ്മനിയാണ് സഹായിച്ചത്. ഇതും പലതവണകളിൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? ഭിലായി ഛത്തീസ്ഗഡിൽ, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിൽ, റൂർക്കേല ഒഡീഷയിൽ. പിന്നെ നമ്മൾ പറഞ്ഞു മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടല്ലോ രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പം എന്താണ്? മഹലനോബിസ് മോഡലാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിലോ അത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. സോ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. 2 മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. പിന്നെ 4 ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു. PSC ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് 3 ആൻസർ കൊടുത്തിരുന്നത്. പക്ഷേ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്ക്. പിന്നെ നിങ്ങൾ ഓപ്ഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക ഏതാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. 6ാമത് വരുന്നത്, അതായത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാന്ധിയൻ മോഡൽ എന്നറിയപ്പെടുന്നത്. ഇനി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ. 10ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിലോ കേരള മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 1 ഹരോൾഡ് ഡോമർ, 2 മഹലനോബിസ് മാതൃക, 4 ഗാഡ്ഗിൽ മോഡൽ, 6 ഗാന്ധിയൻ മോഡൽ, 8 മൻമോഹൻ മോഡൽ, 10 കേരള മോഡൽ. ഓക്കെ അല്ലേ? ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. അതായത് 1, 2 പ്രസ്താവനകൾ ശരിയാണ്, 3 ശരിയല്ല. അപ്പോൾ നോക്കിക്കൊള്ളുക. ഒന്നെന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. ശരിയാണല്ലേ? ഇനി അടുത്തത്, വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. 3ാമത്തെ പ്രസ്താവന ഇതാണ്, റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അത് നേരെ തിരിച്ചാണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. 3ാമത്തത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. ബാക്കി, ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു. ഇതെല്ലാം എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ പെടുന്നതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല 26%, തൃതീയ മേഖല 52.50%. ദ്വിതീയ മേഖല 26.50 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ജോഡിയാണ് കറക്റ്റായിട്ട് വരുന്നത്. നമ്മളിത് SCERT പാഠപുസ്തകത്തിൽ ഇതല്ലാതെ വേറൊരു കോളം ഒരു റെഫറൻസ് ആയിട്ട് തന്നിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോഴുള്ള കണക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള പെർസെൻറ്റേജ് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഏകദേശം മനസ്സിലാവും അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തൃതീയ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നതെന്നുള്ളത് അല്ലേ. ഏറ്റവും കുറവ് വരുന്നത് പ്രാഥമിക മേഖലയ്ക്കാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ആൻസറിലേക്ക് എത്താവുന്നതാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യനും 21ാമത്തെ ക്വസ്റ്റ്യനും രണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളതാണ്. ഇത് രണ്ടും PSC ഫൈനൽ ആൻസർ കീയിലേക്ക് വരുമ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഭരണഘടനയിലെ 15 വകുപ്പുകൾ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെ എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ബാക്കി പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം
ഈ ഒരു നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ്. അതായത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്. 45 വകുപ്പ് രാജ്യത്ത് നടപ്പിലാക്കി. അതേപോലെ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നുള്ളത്. ഇനി 21ാമത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇവിടെ ആൻസർ ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ ബി ആണ്. പക്ഷെ എന്താണ്, ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ എന്താണ്, തെറ്റായിട്ടുള്ളതാണ്. സോ 20ഉം 21ഉം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുക. അടുത്തത് 22ാമത്തെ ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏവ അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. അത് 6 മുതൽ 18 അല്ല 14 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. മൗലിക കടമകൾ: പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. അതെല്ലാം എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. അതായത് ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. മൂന്നാമത്തെ എന്താണ്, നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട +1 ഒരു ഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഒരു പാഠം. അതിനെപ്പറ്റി നമ്മൾ കംപ്ലീറ്റ് ക്ലാസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ. ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ എന്താ, മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതലയുള്ള മന്ത്രിമാരാണ്. എന്നാൽ സഹമന്ത്രിമാരെന്ന് പറഞ്ഞാൽ വകുപ്പുകളുടെ ഭരണ നിർവഹണത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നതിനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാരാണ്. എന്നാൽ ഉപമന്ത്രിമാരോ സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപമന്ത്രിമാർ. അപ്പോൾ ആ ഒരു കാര്യം അറിയാവുന്നവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു കേട്ടോ അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. VV ഗിരി, R വെങ്കിട്ടരാമൻ, ജഗദീപ് ധൻകർ, മുഹമ്മദ് ഹമീദ് അൻസാരി. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ ജഗദീപ് ധൻകർ മൂന്നാമത്തെ ആ ഒരു ഓപ്ഷൻ വരുന്നത് ഏറ്റവും അവസാനം വരുന്നതാണ് എന്നുള്ളത് അറിഞ്ഞാൽ തന്നെ എയും സിയും ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. പിന്നെ 2 ഓപ്ഷനേ ഉള്ളൂ, ബിയും ഡിയും ഉള്ളൂ. അപ്പോൾ അതിൽ ഈ തന്നിട്ടുള്ളതിൽ VV ഗിരി ആണ് ആദ്യകാലങ്ങളിലുള്ളതെന്ന് അറിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് സിമ്പിളായിട്ട് എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്കിലും നിങ്ങൾ ഈ ഉപരാഷ്ട്രപതിമാരെ ആ കാലഗണനാക്രമത്തിലൊന്ന്, മീൻസ് ആ ഒരു ഇയർ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് പഠിച്ചു വച്ചേക്കുക. അപ്പം ആദ്യത്തെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അടുത്തത് ആരാണ്? സക്കീർ ഹുസൈനാണ്. രാധാകൃഷ്ണൻ കഴിഞ്ഞിട്ട് അടുത്ത ആള് സക്കീർ ഹുസൈനാണ്. പിന്നെയാണ് ആര് വരുന്നത്? VV ഗിരി. VV ഗിരിയാണ് മൂന്നാമത്തെ ആള്. നാലാമത്തെ ആള് ആരാണ്? ഗോപാൽ സ്വരൂപ് പതക്കാണ്. ഗോപാൽ സ്വരൂപ് പതക്കാണ്. അടുത്തത് BT ജെട്ടിയാണ്. അഞ്ചാമത് വരുന്നത് മുഹമ്മദ് ഹിദായത്തുള്ളയാണ്. ഇനി അടുത്തത് വരുന്നത് R വെങ്കിട്ടരാമനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് S രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, VV ഗിരി, ഗോപാൽ സ്വരൂപ് പതക്, BT ജെട്ടി, മുഹമ്മദ് ഹിദായത്തുള്ള, R വെങ്കിട്ടരാമൻ. പിന്നെ വരുന്നതോ ശങ്കർ ദയാൽ ശർമ്മ, ദെൻ KR നാരായണൻ, മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് അല്ലേ, KR നാരായണൻ. അടുത്ത വരുന്നത് കിഷൻ കാന്ത്. അടുത്ത വരുന്നത് ആരാണ്? കിഷൻ കാന്ത് ആണ്. ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണൻ, കിഷൻ കാന്ത്. പിന്നെ അടുത്തതാണ് ഫൈറോൺ സിംഗ് ഷെഖാവത്താണ്. പിന്നെ അടുത്തത് വരുന്നത് ഹമീദ് അൻസാരി, അതിനുശേഷം വെങ്കട നായിഡു. അടുത്തതോ ജഗദീപ് ധൻകർ. ഇപ്പോൾ ഉള്ളത് ജഗദീപ് ധൻകർ. സോ അത്രയൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അതായത് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻറ്റമസ് ആണെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, പ്രൊഹിബിഷൻ നിരോധനം, വാറന്റോ ആണെങ്കിൽ എന്ത് അധികാരത്തിൽ അല്ലേ, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സോ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ റിലേറ്റഡ് ഫാക്റ്റ് പറയാനുള്ളതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത 25 ക്വസ്റ്റ്യൻസ്, അതായത് 50 ക്വസ്റ്റ്യൻ വരെ, ഇപ്പോൾ നമ്മൾ 25 നിർത്തിയത്, ഇനി 26 തൊട്ട് 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിനുശേഷമുള്ള ക്ലാസ്സിൽ
അടുത്ത 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 70 ക്വസ്റ്റ്യൻസ് ആവും ടോട്ടൽ. ആ ഒരു GK സയൻസ് കറണ്ട് അഫയേഴ്സ് അങ്ങനെ കംപ്ലീറ്റ് ആവും. പിന്നെ അതിനുശേഷമുള്ളത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. അതിപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ ചെയ്യുന്നില്ല. നമുക്ക് പിന്നീട് ഇത് തന്നെയുള്ള, അതായത് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ മാത്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു GK തന്നെ ചെയ്തു പോകാം, കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഒന്ന് ചെയ്തു പോകാം. കാരണം പരീക്ഷയിൽ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിപ്പീറ്റ് ചെയ്തും, പിന്നെ അതേപോലെ ഓപ്ഷനിൽ നിന്നുള്ള കാര്യങ്ങൾ, അതായത് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ അടുത്ത ഒരു പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത്, അതായത് കറക്റ്റ് ആൻസർ അല്ലാതെ ബാക്കി ഓപ്ഷനിലുള്ള 3 നിന്ന് ഒരു ആൻസർ വരുന്ന രീതിയിൽ അടുത്ത പരീക്ഷകളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടി അംഗമാവുക. സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.